ഇന്ന് നമ്മൾക്ക് ദോശയുടെ ബാറ്റർ കൊണ്ട് വെറൈറ്റി ആയിട്ട് 2-3 തരം ദോശകൾ ഉണ്ടാക്കി നോക്കിയാലോ. ആദ്യമായിട്ട് ഊത്തപ്പത്തിൻ്റെ റെസിപ്പി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ മസാല ദോശയ്ക്ക് ഉണ്ടാക്കിയ മസാല ഉരുളക്കിഴങ്ങാണ് കേട്ടോ കുറച്ച് ഇട്ട് കൊടുത്തത്. പിന്നെ അതിലേക്ക് കുറച്ച് സവാളയും കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞത് കൂടി ചേർത്ത് നെയ്യ് ഒഴിച്ച് നമ്മുടെ ഊത്തപ്പം മറിച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു തേങ്ങാ ചട്നിയും കൂടി അരച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾക്ക് പ്ലെയിനായിട്ട് ഇതുപോലെ ദോശ ഉണ്ടാക്കിയെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് കൂടുതൽ ഒഴിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ടേസ്റ്റും ഉണ്ടാകും. അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുത്ത് അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് മസാല റെഡിയാക്കി വെച്ചേക്കുന്നത് ഉള്ളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. മസാല ദോശയാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ മസാല ഇതുപോലെ വെച്ച് കൊടുത്ത് ഞാൻ ഉള്ളിൽ തന്നെയാണ് ചട്നിയും വെച്ച് കൊടുക്കുന്നത്. ഇവിടെ എല്ലാവർക്കും കുറച്ച് മൊരിഞ്ഞ ദോശയാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മൊരിച്ചാണ് ദോശ എടുക്കുന്നത്. ചട്നി ഇനി സെപ്പറേറ്റ് ആയിട്ട് വെച്ചെടുക്കാൻ ഇഷ്ടമുള്ളവർ അതുപോലെ വെച്ചിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി മസാല ദോശ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുമ്പോൾ ചില കുട്ടികളുണ്ട് മസാല സെപ്പറേറ്റ് ആക്കി വെക്കും. അവർ അതൊന്നും കഴിക്കത്തില്ല. പിന്നെ അത് വേസ്റ്റായി കളയേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കായിട്ടാണ് ഇതുപോലെ നമ്മൾ മസാല ദോശയുടെ മസാല ഇതുപോലെ നല്ലതുപോലെ ആ ദോശയിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നെയ്യ് ഒഴിച്ച് മടക്കി 2 വശവും നെയ്യ് ഒഴിച്ച് ചുട്ടെടുക്കണം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഉരുളക്കിഴങ്ങിനും മുരിഞ്ഞ് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ഈ വെറൈറ്റിയുടെ ദോശയും റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ഒരു പ്ലെയിൻ ദോശയാണ്. സാധാരണ എല്ലാവരും ഈ ദോശയാണ് ഉണ്ടാക്കുന്നത് രാവിലെ. അപ്പോൾ ഇതിനായിട്ട് ഒരു മുളക് ചമ്മന്തിയും പിന്നെ ഒരു തൈര് ചമ്മന്തിയാണ് ഇതിന് കൂടെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. തേങ്ങയുടെ തന്നെയാണ് രണ്ടും. അടുത്ത ദോശ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ദോശയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ദോശയുടെ ഉണ്ടാക്കി അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്ത് നമ്മൾ പഞ്ചസാര തൂക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദോശയുടെ കൂടെ പഞ്ചസാര സൈഡിലിട്ട് കൊടുക്കാതെ ഇതുപോലെ ദോശയുടെ ഉള്ളിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മുരിഞ്ഞു വരുമ്പോഴേക്കും നമ്മൾക്ക് മടക്കി 2 വശവും ഒന്ന് മുരിച്ചെടുത്ത് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെ സന്തോഷത്തോടെ ഇത് കഴിച്ചോളും. കാരണം വല്ലപ്പോഴൊക്കെ ഇതുപോലെ ദോശ ഉണ്ടാക്കി കൊടുത്താൽ അവർക്കൊരു സന്തോഷമാകും. വൈകിട്ടാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വിശപ്പും കെടും, എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയും റെഡിയാവും. അപ്പോൾ നമ്മളുടെ പഞ്ചസാര ദോശയും റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ള ദോശയാണ് കേട്ടോ. സാധാരണ ദോശ ഉണ്ടാക്കുന്നത് പോലെ നെയ്യൊക്കെ ഒഴിച്ച് മുരിഞ്ഞു വരുമ്പോഴേക്കും സൈഡിൽ നിന്ന് മിഡിൽ വരെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. സാധാരണ റൗണ്ട് ദോശയിൽ നിന്ന് ഒരു മോചനമായിട്ട് ഒരു വെറൈറ്റിയുമായിട്ടുള്ളൊരു ദോശയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.